ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ടൊമാറ്റോ കെച്ചപ്പിന്റെ റെസിപ്പി നോക്കിയാലോ. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എടുക്കുമ്പോഴേ വലുതാണെന്നുണ്ടെങ്കിൽ 2-3 ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുമ്പോഴേ ഒരുപാട് കൂടി പോകരുത് കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോ ഏകദേശം 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ദാ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ വിനാഗിരിയാണ്, അപ്പോ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്ത ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കാം. നന്നായിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ദാ ഇപ്പോ ഞാനിതൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ദാ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോ അതാ നല്ല പോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടിത്. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.